നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മുഖത്ത് പരിക്കേറ്റ പുലി ചികിത്സയിൽ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൌണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. അനാവശ്യ സമരമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ. ചാവക്കാട് മൂന്നാംകല്ല് ഫെറി റോഡിൽ പലഹാര നിർമ്മാണശാലയിൽ നിന്ന് പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ആവശ്യമായ അനുമതികളില്ലാതെയെന്ന് പഞ്ചായത്ത് അധികൃതർ. മായന്നൂർ കൂത്താമ്പുള്ളി പുതിയ പാലത്തിന് സമീപം തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കൾ കുറുകെ ചാടുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിച്ചതായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മണിക്കൂറുകളുടെ പ്രയത്നത്തിന് ശേഷം 3 വയസ്സുള്ള പെൺപുലിയെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. മുഖത്ത് പരിക്കേറ്റ പുലിയെ ചികിത്സയ്ക്ക് ശേഷം കാരിക്കടവ് വനമേഖലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചാലക്കുടി DFO M വെങ്കിടേശ്വരൻ പറഞ്ഞു. വെട്ടിക്കുഴി പണ്ടാരമ്പാറ പ്രദേശത്തെ ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. 1.5 മാസം മുൻപാണ് റോയിയുടെ വീട്ടുപറമ്പിൽ കെണിക്കൂട് സ്ഥാപിച്ചത്. ഇയാളുടെ വീടിന് തൊട്ടരികിലെ കോഴിക്കൂട്ടിൽ കടന്ന പുലി ഏതാനും കോഴികളെ വകവരുത്തിയിരുന്നു. അന്ന് രാത്രി പുറത്തിറങ്ങി നോക്കിയ റോയ് കോഴിക്കൂട്ടിൽ നിന്നിരുന്ന പുലിയെ കണ്ടു. അതിനു മുൻപ് ഇയാളുടെ വളർത്തുനായെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെണിക്കൂട് സ്ഥാപിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 5 മണിയോടെയാണ് കൂട്ടിൽ പുലി അകപ്പെട്ട വിവരം ചക്കാലക്കൽ റോയി അറിഞ്ഞത്. പിന്നീട് നാട്ടുകാരും സ്ഥലത്തെത്തി. ഇതിനിടെ കൂട്ടിൽ കിടന്ന് പലവട്ടം മുന്നോട്ടാഞ്ഞ പുലിയുടെ മുഖത്ത് കമ്പികൾ കൊണ്ട് ചെറിയ മുറിവും സംഭവിച്ചു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷീറ്റ് ഉപയോഗിച്ച് കൂട് മറച്ചു. കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ മിഥുൻ സ്ഥലത്തെത്തി പുലിയെ നിരീക്ഷിച്ചു. TCV ചാലക്കുടി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൌണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിൽ അടിയന്തര കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കുറ്റവിമുക്തനാകുന്നതുവരെ സെക്രട്ടറിയെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് BJP അംഗങ്ങൾ രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സെക്രട്ടറിയുടെ അക്കൌണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത്. കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP അംഗങ്ങൾ നടത്തിയ സമരത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ വാർത്തകളുടെ ചുവടുപിടിച്ചാണ് പ്രതിപക്ഷം അനാവശ്യ സമരവുമായി രംഗത്തിറങ്ങിയതെന്ന് ചെയർപേഴ്സൺ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഔദ്യോഗികമായി യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൌണ്ടിൽ പണം കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം അത് കുറ്റമാകില്ല. ആ തുക തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണെന്നും സൗമ്യ അനിലൻ പറഞ്ഞു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിലാദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. ചാവക്കാട് ഒരുമനയൂർ 3ാം കല്ല് ഫെറി റോഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പലഹാര നിർമ്മാണശാലയിൽ നിന്ന് പുഴുവരിച്ച നിലയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. അജുവ സ്നാക്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്. ഒരുമനയൂർ സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഒരുമനയൂർ പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. ദുർഗന്ധം വമിക്കുന്ന 2 ചാക്ക് സമൂസ ലീഫുകളും പിടിച്ചെടുത്തു. ഹെൽത്ത് കാർഡ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ജലപരിശോധനാ റിപ്പോർട്ട് തുടങ്ങിയവ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. സ്ഥാപനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മായന്നൂർ കുത്താമ്പുള്ളി പുതിയ പാലത്തിന് സമീപം തെരുവുനായ ശല്യം രൂക്ഷം. പ്രഭാത സവാരിക്കിറങ്ങുന്നവർ ഭയത്തോടെയാണ് ഈ ഭാഗത്ത് സഞ്ചരിക്കുന്നത്. വാഹനയാത്രക്കാർക്കും തെരുവുനായ്ക്കൾ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. നായ്ക്കൾ കുറുകെ ചാടുന്നത് മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തെരുവുനായ്ക്കൾ തമ്പടിക്കാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പുതിയ പാലത്തിന്റെ അവിടെ വേസ്റ്റുകൾ കൊടുന്ന് ഇടുന്നുണ്ട്. വേസ്റ്റ് ഇടുന്നത് കൊണ്ട് നായ്ക്കളുടെ ശല്യം ഒരുപാട് കൂടുന്നുണ്ട്. നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. പാലം നന്നായിട്ട് റോഡും ഇതൊക്കെ നന്നായി കഴിഞ്ഞപ്പം പട്ടികളുടെ ശല്യം കൂടി. അവിടെ ആൾക്കാർ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ഇടുന്നു, പുറമേന്ന് വേസ്റ്റ് കൊണ്ടിടുന്നു. വണ്ടികളാണെങ്കിൽ അമിത വേഗത്തിലാണ് വരുന്നത്. അത്യാവശ്യമായിട്ട് ക്യാമറ സ്ഥാപിച്ച് ഈ വേസ്റ്റ് കൊണ്ടിടുന്നതിന് നിയന്ത്രിക്കാൻ സംവിധാനം ഏർപ്പെടുത്തണം. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ പിടിയാനയുടെ ജഡം കണ്ടെത്തി. അതിരപ്പള്ളി ഡിവിഷൻ 16ാം ബ്ലോക്കിലാണ് പിടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 15 വയസ്സ് പ്രായം തോന്നിക്കും. വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കും. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റി മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിച്ചപ്പോഴാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റിന് നൽകാത്തതിൽ ഹൈക്കോടതി വിമർശനമുന്നയിച്ചത്. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകാരത്തിന് നൽകണം. എല്ലാ വർഷവും ജൂൺ 30 മുൻപ് ദേവസ്വത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണം.
നിയമാനുസൃത കാര്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം പണം ചെലവാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വ്യക്തിവിരോധം തീർക്കുന്നതിനാണ് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സണെതിരെ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകരെ കൂട്ടുപിടിച്ച് ചിലർ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ സ്ഥാപനത്തിന്റെ ചടങ്ങിനെത്തിയ MP ജാക്സനെ നിക്ഷേപകരുടെ നേതൃത്വത്തിൽ കൂകി വിളിച്ചിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയാൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്നും ഇത് നാട്ടിൽ സംഘർഷാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ, VC വർഗീസ്, അബ്ദുൽ ഹക്ക്, ജോമോൻ മന്നത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത്താണി സെന്ററിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ബുൾബുളിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ VJ ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ JO ജെറിൻ, V തൗഫീഖ് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ അന്നാംപാടം സ്വദേശി വലിയകത്ത് വീട്ടിൽ നവാസാണ് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KK ഷബാബ്, ഗ്രേഡ് സീനിയർ CPO ബിജീഷ് സ്റ്റീഫൻ, CPOമാരായ അലക്സ്, അഗസ്തി, അഖിൽ, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രി കടക്കാരൻ അറസ്റ്റിൽ. മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിന് മാള കോട്ടമുറി സ്വദേശി അലിയെ ആണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 21-നാണ് തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പ് കുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SIമാരായ അതുൽ മോഹൻ, ജാക്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാടാനപ്പള്ളിയിൽ വീട്ടിലും കടയിലും മോഷണം. ഡയമണ്ട് മാലയും സ്വർണ്ണ പാദസരവും പണവും കവർന്നു. ഗണേശമംഗലം 8-ാം കല്ലിൽ അടഞ്ഞുകിടന്നിരുന്ന വീടാണ് മോഷ്ടാക്കൾ കുത്തിത്തുറന്നത്. ദേശീയപാത മേൽപ്പാലത്തിനു സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കാർ ഷോറൂമിലും കവർച്ച നടന്നു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പഴവൂർ എടക്കുന്നി റോഡിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. വനപ്രദേശത്തോട് ചേർന്നാണ് ചാക്കുകളിലാക്കി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ AS ചന്ദ്രൻ, അൻസാർ തയ്യൂർ എന്നിവർ സ്ഥലത്തെത്തി. ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ഊരിനെ ബന്ധിപ്പിക്കുന്ന എടക്കുന്നി റോഡാണിത്. കാലങ്ങളായിട്ട് പല വ്യക്തികളും ഇവിടെ വേസ്റ്റ് ഇട്ടായിരുന്നു. പിന്നീട് ജനങ്ങളെല്ലാവരും ഇടപെട്ട് ഈ ഏരിയ മൊത്തം ഞങ്ങളെല്ലാവരും ക്ലിയർ ആക്കി നല്ല നീറ്റാക്കി ഇട്ടേക്കാണ്. ഇന്നലെ രാത്രിയുടെ മറവില് ആരാന്നറിയില്ല ഒരുപാട് വേസ്റ്റ് ഇവിടെ കൊടുന്നിട്ടിട്ട് വീണ്ടും പോയേക്കാണ്. ഈ കൊടുന്നിടുന്നവരോട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന അതുപോലെ മാലിന്യങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണവും ഉണ്ട്. ഇത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അവര് അതിന്റെ രീതിയിൽ സംസ്കരിച്ചോളും. ഇതുപോലെ ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർത്തു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM-ന് പോലും വേണ്ടാത്ത ഭരണമാണ് ഗുരുവായൂരിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC നിർവാഹക സമിതി അംഗം OKR മണികണ്ഠൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് BV ജോയ്, KPA റഷീദ്, ജോയ് ചെറിയാൻ, KP ഉദയൻ, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ് മുറികളെ ഹരിതാഭമാക്കി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. ക്ലാസ് മുറികളിൽ ഇൻഡോർ പ്ലാന്റുകളുടെ നിറഭംഗിയും ഊർജ്ജവും നിറയ്ക്കുകയാണ് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചതിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള വേറിട്ട പദ്ധതി നടപ്പിലാക്കിയത്. ക്ലാസ് അംഗങ്ങളിൽ ശുദ്ധവായു നിറച്ച് സുന്ദരമാക്കി വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയത്തിലെ ഇക്കോ ക്ലബ്ബും സ്കൌട്ട് സംഘടനയും ചേർന്ന് ഈ വേറിട്ട സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനം മുതൽ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന അലങ്കാര ചെടികളും സ്കൂളിൽ തന്നെ നട്ടുവളർത്തിയ ചെടികളും ചേർത്താണ് ഓരോ ക്ലാസ് മുറികളും ഹരിതഭംഗിയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി മനസ്സുകളിൽ സൗന്ദര്യബോധവും പ്രകൃതി സംരക്ഷണ ചിന്തയും പ്രസരിപ്പും നിറയ്ക്കാനും
പരമ്പരാഗത ക്ലാസ് മുറികളുടെ മടുപ്പൊഴിവാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾക്കാവുമെന്ന് വിദ്യാലയ അധികൃതർ അഭിപ്രായപ്പെട്ടു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ ഗ്രീൻ അംബാസഡർ പ്രഖ്യാപനം നടത്തി. PTA പ്രസിഡന്റ് സിബി സുരേഷ്, പ്രധാന അധ്യാപിക ജിഷ മാത്യു, പരിസ്ഥിതി ക്ലബ് കൺവീനർ ഷൈജു TK, സ്കൌട്ട് മാസ്റ്റർ ജോബിനം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV കൊടകര. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂരിൽ ഓടിട്ട വീട് തകർന്നു. തമ്പുരാൻപടി വടക്കേപ്പുരയ്ക്കൽ ദേവകിയുടെ വീടാണ് തകർന്നത്. വീടിന്റെ ഓടുകൾ ഇളകുകയും മൺചുമർ നിലംപൊത്തുകയും ചെയ്തു. ദേവകിയും മകൻ നിതീഷും തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് പൂക്കോടിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്നും തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. തളിക്കുളം പഞ്ചായത്തും കുടുംബശ്രീ CDSും സംയുക്തമായി അഗതിരഹിത കേരളം ഗുണഭോക്താക്കൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഹണി പ്രസാദ് അധ്യക്ഷയായി. കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ രാജി കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ PI ഷൌക്കത്ത് അലി, വാർഡ് മെമ്പർ ബാബു വല്ലത്ത്, ഡോക്ടർമാരായ സുരീരേഖ, കിരൺ, സുമയ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട സെയിന്റ് ജോസഫ് കോളേജും ഗ്രന്ഥപുരയും സഹകരിച്ച് താളിയോല ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ ഇരിഞ്ഞാലക്കുടയിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ സെയിന്റ് ജോസഫ് കോളേജ് ശേഖരിച്ചിട്ടുള്ള താളിയോലകൾ ഡിജിറ്റലൈസേഷൻ നടത്തി ഗ്രന്ഥപുര വഴി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയായ ലിറ്റി ചാക്കോയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ സെൻട്രൽ സഹോദയയുടെ അധ്യാപക കലോത്സവത്തിലെ സ്റ്റേജിന മത്സരങ്ങൾ ശനിയാഴ്ച അഷ്ടമിച്ചിറ വിജയഗിരി പബ്ലിക് സ്കൂളിൽ നടക്കും. ജില്ലയിലെ 40 സ്കൂളുകളിൽ നിന്നുള്ള 600ഓളം അധ്യാപകരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം കലാനിലയം ഗോപി നിർവഹിക്കുമെന്ന് ഭാരവാഹികളായ ബിനു K രാജ്, NM ജോർജ്, ഫാദർ PJ വർഗീസ്, ഡോക്ടർ PV ലിവിയ എന്നിവർ അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്റ്റഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM നന്നമ്മുക്ക് ലോക്കൽ കമ്മിറ്റി മൂക്കുതല വാരിയർ മൂലയിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. CPM എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗം VV കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അജയ് ഘോഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K വേലായുധൻ, കരീം കോഴിക്കൽ, ജിനു മൂക്കുതല തുടങ്ങിയവർ പങ്കെടുത്തു. മൂക്കുതല ശ്രീ രക്തേശ്വരം ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ചേന്ന ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് TK മുരളി, ജനറൽ സെക്രട്ടറി ബബീഷ് പെരുമ്പാത്തയിൽ, ട്രഷറർ ദേവരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഫാദർ പോൾ മാളിയമാവ് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ CO ചാർലി, CJ ജോബിൻ, CT ജോബി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള മാള യൂണിറ്റ് സമ്മേളനവും കുടുംബസംഗമവും സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PC ജോസഫ് ലൈഫ് ലൈൻ ബോണ്ട് വിതരണം ചെയ്തു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സജി മാമ്പിള്ളി, ജില്ലാ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ ബാബു ഡേവിസ്, യൂണിറ്റ് സെക്രട്ടറി PN സജീവ്, KT ബൈജു, AK പ്രകാശൻ, PM ടോണി, AS സുബീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ജാഗ്രതാ സമിതി, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പ്, സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ രാകേഷ് ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപകൻ സജീവ് നേതൃത്വം നൽകി. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് സുർജിത് കുമാർ ബോസ്, ജനറൽ സെക്രട്ടറി PG ദിലീപ്, സ്വാഗത സംഘം ചെയർമാൻ NK അക്ബർ MLA, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP സാവിത്രി, CITU ഏരിയ സെക്രട്ടറി AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിയായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. പുളിക്കൽ വീട്ടിൽ സന്തോഷിന്റെ മകൻ അനന്തുവാണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. $35 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുമെന്നതിനാൽ ഇത്രയും വലിയ തുക സമാഹരിക്കാനാകാതെ വിഷമിക്കുകയാണ് അനന്തുവിന്റെ കുടുംബം. അനന്തുവിനെ സഹായിക്കാനായി പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ചെയർമാനും ശാലിനി ജോയ് കൺവീനറും ബിന്ദു സുരേഷ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ അനന്തു ചികിത്സാ സഹായ കൂപ്പൺ വിതരണോദ്ഘാടന ചടങ്ങ് അവിട്ടപ്പള്ളിയിൽ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, ശാലിനി ജോയ്, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വിജിത് വർഗീസ്, ബിന്ദു സുരേഷ് എന്നിവർ സംസാരിച്ചു. അനന്തുവിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കനറ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ 110-29-09-49-919 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കൊടകര. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മുഖത്ത് പരിക്കേറ്റ പുലി ചികിത്സയിൽ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൌണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. അനാവശ്യ സമരമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ. ചാവക്കാട് മൂന്നാംകല്ല് ഫെറി റോഡിൽ പലഹാര നിർമ്മാണശാലയിൽ നിന്ന് പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് ആവശ്യമായ അനുമതികളില്ലാതെയെന്ന് പഞ്ചായത്ത് അധികൃതർ. മായന്നൂർ കൂത്താമ്പുള്ളി പുതിയ പാലത്തിന് സമീപം തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കൾ കുറുകെ ചാടുന്നത് മൂലം അപകടങ്ങൾ വർദ്ധിച്ചതായി നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.